ഈ എപ്പിസോഡിൽ യാനിൻ്റെയും ഇഫാനിൻ്റെയും സ്റ്റോറി കാണിക്കുന്നത് ഇഫാൻ ഇവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാൻ അറേഞ്ച് ചെയ്ത് കൊടുത്ത ആ ഒരു സ്കൂളിൻ്റെ റൂഫ് ടോപ്പിൽ വെച്ചിട്ട് ഇഫാൻ ഡാൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യാനുമുണ്ട് അത് കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഇഫാൻ്റെ കയ്യിൽ ഒരു ചതവ് പറ്റിയത് ഇവൻ ശ്രദ്ധിക്കുന്നത്. കാര്യം ചോദിക്കുമ്പോൾ ഇഫാൻ ആ ഒരു കാര്യം ഓർക്കുകയാണ്. അതായത് അവൾ ഈ സ്ലീപ്പ് വാക്കിംഗ് തുടങ്ങിയ ആ ഒരു സമയത്ത് ഇവളുടെ ആൻറ്റിയുടെ വീട്ടിൽ വെച്ചിട്ട് ഇവൾ എന്തോ ഒരു ട്രോമ ഉണ്ടായ ദിവസം ഇവൾ സ്ലീപ്പ് വാക്ക് ചെയ്തിട്ട് ഇവരുടെ ഫ്രിഡ്ജ് തുറന്നിട്ട് അതിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് കഴിക്കുകയാണ്. എന്നാൽ ആൻറ്റിയുടെ മകനാണെങ്കിൽ രാത്രി അതിലൂടെ പോയപ്പോൾ പെട്ടെന്ന് ഇവളെ ഇങ്ങനെ കണ്ടതോടുകൂടി ഭയങ്കരമായിട്ട് പേടിക്കുന്നു. പിന്നെ കള്ളനാണെന്നും വിചാരിച്ചിട്ട് പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു വടിയും കൊണ്ട് അവളെ അങ്ങോട്ട് അടിക്കും. ആ അടിയുടെ വേദന കൊണ്ടാണ് ഇഫാൻ എഴുന്നേറ്റത്. അങ്ങനെ ആ ഒരു ശബ്ദം കൊണ്ട് അവിടെ എല്ലാവരും എണീറ്റ് അവരുടെ അടുത്തെത്തി. എന്നാൽ ആൻറ്റി ഇങ്ങനെ ഇവളെ കണ്ടിട്ട് എൻ്റെ മകനെ പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ആ മകനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഇവളെ ഒന്ന് മൈൻഡ് ചെയ്യേ ഒന്നുമില്ല, വെറും ബ്ലെയിമിങ് മാത്രം. എന്നിട്ട് ആ ഒരു കാര്യം ഇവിടെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ മുഖത്ത് അറിയാതെ ആ ഒരു വിഷമം വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഞാൻ വീണ്ടും വീണ്ടും അവളെ നിർബന്ധിച്ചിട്ട് എന്ത് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവൾ അപ്പോഴും പറയുന്നത് അവൾ അറിയാതെ എവിടെയോ കൈ തട്ടിയതാണെന്ന്. എന്നാൽ മുഖത്തെ ഈ വിഷമം അവൻ വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുമ്പോഴും അവൾ അത് പറയാൻ ഒരുക്കമല്ല. അതിലിവൻ പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്തൂടെ എന്ന്. എന്നാൽ അപ്പോഴും അവൾ അതിനൊരു മറുപടി പറയുന്നില്ല. അതിനുശേഷം അവൾ വീണ്ടും ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ ഇവന് വന്നിട്ട് ഇവൻ്റെ കയ്യിലുള്ള ഒരു പെന്ന് വെച്ചിട്ട് ആ ഒരു കയ്യിൽ ചതവ് പറ്റിയ ആ ഒരു അടയാളമുണ്ടല്ലോ, അത് നല്ലൊരു ഡിസൈൻ ആക്കിയിട്ട് അവന് വരയ്ക്കുകയാണ്. എന്നിട്ട് അവളോട് പറയും, ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ പോലെ നിൻ്റെ ലൈഫിൽ നിന്ന് പറന്നു പോട്ടെ എന്നും പറയുന്നു. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് വീണ്ടും പ്രസൻറ്റ് ലൈഫിലോട്ട് വരാം. ഇപ്പോൾ ഇഫാനും ഞാനും കൂടി ഒരുമിച്ച് ഒരു അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 77 ദിവസമായിട്ടുണ്ട്. ഇനി അങ്ങനെ രാവിലെ ഇഫാൻ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് അവളിങ്ങനെ കാണുന്നു, അവളുടെ റൂം അവൾ രാത്രി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് തടസ്സങ്ങളൊക്കെ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട്. എന്നാൽ അതെല്ലാം നീക്കി വെച്ചിരിക്കുന്നു. അതിലിവൾ ആകെ ടെൻഷനായിട്ട് താൻ ഇന്നലെയും സ്ലീപ്പ് വാക്ക് നടത്തിയോ എന്നിങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ പിന്നെ പുറത്തോട്ട് ഇഫാൻ വരുമ്പോൾ ഇവിടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഈ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇഫാൻ ഡോറ് തുറന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇവളാണെങ്കിലോ ഇന്നലെ വന്നോ ഇവൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ അറിയണം. അതുകൊണ്ട് ഇവളിങ്ങനെ ഒന്ന് മടിച്ചുകൊണ്ട് അവളുടെ കാര്യം ചോദിക്കും, ഞാൻ ഇന്നലെ സ്ലീപ്പ് വാക്ക് നടത്തിയോ എന്ന്. എന്നാൽ ഇവന് അതിനൊരു മറുപടി പറയുന്നില്ല, ഭയങ്കര ഗൗരവം ഇട്ടിട്ട് നിൽക്കുകയാണ്. അതിൽ അവൾ വീണ്ടും ഇവൻ്റെ അടുത്തോട്ട് വന്ന് ചോദിക്കുമ്പോൾ ഇവന് അപ്പോഴും മറുപടി പറയാതെ നിനക്ക് ഫുഡ് വേണമെങ്കിൽ ഇരുന്ന് കഴിച്ചോ എന്ന് പറയുന്നു. അതിൽ പിന്നെ അവൾ വേണമെന്ന് പറയുമ്പോൾ ഇവൻ തന്നെ അതിൽ വിളമ്പി കൊടുക്കും. എന്നിട്ട് വീണ്ടും ചോദിക്കുമ്പോൾ അവന് പറയും, നീ ഇന്നലെ ചെയ്തിട്ടുണ്ട്, മാത്രവുമല്ല ആദ്യത്തെ പോലെയല്ല, ഇപ്പോൾ ഒന്നും കൂടി വേഴ്സായിട്ടാണ് നീ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. അത് കേട്ടതും ഇവൾ ആകെ ടെൻഷനായി. കഴിഞ്ഞ തവണ തന്നെ ഇവന് കള്ളം പറഞ്ഞതാണല്ലോ കിസ് ചെയ്തെന്ന്. എന്നാൽ ഇപ്രാവശ്യമാണ് അത് നടന്നതെങ്കിലും ഇവൾ ഇനി അതിനേക്കാളും മേലെയായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നും വിചാരിച്ചിട്ട് ആകെ ടെൻഷനാകുമ്പോൾ ഇഫാന് വീണ്ടും ചോദിക്കുമ്പോൾ അവനത് പറയാൻ മടിക്കും. വീണ്ടും നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലവസാനം അവന് പറയും, ഇന്ന് ഞാൻ എന്താണെന്നറിയില്ല, നല്ലൊരു ഗുഡ് മൂഡിലാണ്, ഇപ്പോൾ നീ ഈ ഒരു കാര്യം ചോദിച്ചിട്ട് എൻ്റെ മൂഡ് ആകെ ഖരാബാക്കരുത്. പിന്നെ നീ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിൻ്റെ അടുത്ത് നിന്ന് ഞാൻ നല്ലൊരു പാരിതോഷികം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയും. അതിൽ ഇവൾ എന്തോ വലിയത് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ആകെ റിഗ്രറ്റ് അടിക്കുകയാണ്. അതിലിവന് പാരിതോഷികം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇവളിനെ എന്തായിരിക്കും ഉദ്ദേശിച്ചത് എന്നും ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവൾ ചോദിക്കും, ഞാൻ എന്തെങ്കിലും മണിയായിട്ട് തന്നാൽ മതിയോ എന്ന്. അത് കേട്ട് ഇവനക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. എന്നിട്ട് പെട്ടെന്ന് പറയും, നീ വേഗം എഴുന്നേറ്റേ, എന്നിട്ട് ജോലിക്ക് പോയിക്കേ, എൻ്റെ മൂഡ് കളയാതെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇഫാനെ ജോലിയിൽ അപ്പോഴും ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഇവരുടെ കമ്പനിയിലോട്ട് പുതിയ 2 ഇന്റേൺഷിപ്പിലുള്ള കുട്ടികൾ വരുന്നു. അതിൽ ഒരു പയ്യൻ മറ്റാരുമല്ല, പണ്ട് ബെഗറായിട്ട് അഭിനയിച്ച ആ ഒരു ആക്ടർ പയ്യൻ തന്നെയാണ്. ഇവളാണെങ്കിലോ ഇവരെ കണ്ട് ഒന്ന് ഞെട്ടി നിൽക്കും. എന്നാൽ ഇവനെ കണ്ട ഈ ഒരു കൊളീഗ്, നീ ഇവരുടെ സെയിം കോളേജിൽ പഠിച്ചതാണ്, എന്നിട്ട് അന്നത്തെ ചൈൽഡ് സ്റ്റാർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര സന്തോഷത്തോടു കൂടി അവരെ വെൽക്കം ചെയ്യുകയാണ്. പിന്നെ അവരുടെ ആ ഒരു ഓഫീസിൻ്റെ ചാറ്റ് ഗ്രൂപ്പിലൊക്കെ അവനെ ആഡ് ചെയ്യുന്നു. എന്നാൽ ഈ പയ്യനാണെങ്കിലും അതിൻ്റെ ഇടക്കൊക്കെ ഇവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴേ നമുക്കറിയാം ഇവന് മനഃപൂർവ്വം ഇവളുടെ കമ്പനി ഇവൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് ഇവിടെ ഇന്റേൺഷിപ്പിന് വന്നതാണെന്ന്. അതിൻ്റെ ഇടക്കാണ് ഇഫാൻ ഒരു മെസ്സേജ് വരുന്നത്, അവളുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ ഈ പ്രാവശ്യത്തെ റെൻറ്റ് തരാനായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇഫാന് നേരെ ഞാൻ ആ മെസ്സേജ് അയച്ചു കൊടുക്കും. അവൻ്റെ ആ ഒരു ഷെയർ ഉണ്ടല്ലോ റെൻറ്റിൻ്റെ, അത് അയച്ചു തരാൻ പറയുന്നു. എന്നാൽ അവൻ അയക്കുന്നതോ ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. അത് കണ്ട് ഇഫാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് എന്തിനാ ഇത്ര അധികം അയച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഓ സോറി, ഞാൻ അറിയാതെ ഒരു 0 ഇട്ടുപോയി, ഏതായാലും ഞാൻ അയച്ചതല്ലേ, അതെൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ട് അവിടെ കടന്നോട്ടെ.
എന്നാൽ അവന് ഒരുപാട് മാസം താമസിച്ചാലും അവന് ഇപ്പോൾ അയച്ചു കൊടുത്ത ആ ഒരു ക്യാഷ് ടാലി ആകത്തില്ല. അപ്പോൾ അവൾ ഇനി എത്ര മാസം താൻ അവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നിങ്ങനെ മെസ്സേജ് അയച്ചു നോക്കും. എന്നാൽ ഈ ആക്ടർ പയ്യനുണ്ടല്ലോ, അവനാണെങ്കിൽ വന്ന പാടെ ഇവളുടെ പിന്നാലെ അങ്ങനെ കൂടിയിട്ടുണ്ട്, ഒട്ടും പ്രൈവസി ഒന്നും കൊടുക്കാതെ. എന്നാൽ ഇവളിങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രൈവസി ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ റെക്കോർഡ് ചെയ്യാൻ അവൾ അങ്ങോട്ട് മാറി നിന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ട് പറയും, എനിക്ക് ഇനി എത്ര മാസമാണ് താമസിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം, എനിക്ക് പുതിയ റൂംമേറ്റിനെ തപ്പാനാണ് എന്ന് പറയുന്നു. എന്നാൽ അതെല്ലാം ഇവൻ ഇവിടെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വന്ന ഇഫാനോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എൻ്റെ മുഖമെല്ലാം വല്ലാതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾ ഒന്നുമില്ലെന്നൊക്കെ പറയുന്നു. ഇനി അത് കഴിഞ്ഞ് ഒരു മീറ്റിംഗ് ആണ്. ബോസ് എല്ലാവർക്കും അവരവരുടെ വർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇഫാൻ്റെ അണ്ടറിലാണ് ഇവിടെ ഈ പയ്യന് ജോലി കൊടുത്തിരിക്കുന്നത്, ഇഫാൻ്റെ അസിസ്റ്റൻ്റായിട്ട്. അങ്ങനെ പിന്നെ ഇവർക്ക് കിട്ടിയ വർക്ക് അമ്മ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് ഈ മകളെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസ് ആയിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ ഈ പയ്യൻ ആ മകളെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, സ്വന്തം അമ്മയെ വിട്ടൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുമോ, എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നിട്ട് അവൻ്റേതായിട്ടുള്ള കുറേ സംശയങ്ങളും അങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് ഇഫാനെ പെട്ടെന്ന് അങ്ങോട്ട് ചൊടിച്ചു. എന്നിട്ട് അവനോട് പറയും, നീ ഇന്ന് ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യണ്ട എന്ന് പറയുന്നു. അതിൽ പിന്നെ ഇവൻ പറയും, എന്നാൽ നമുക്ക് ഈ വർക്ക് നല്ല സ്പീഡിൽ തന്നെ ചെയ്താലോ, പിന്നെ ഇവൾ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ച് തന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരുമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇഫാൻ ആകെ ഒന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് അവൾ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുകയാണ്. പണ്ട് ഞാനും അവളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാനും ഇവളും കൂടി കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുകയാണല്ലോ, ഇവളും ഞാനും കൂടി നവ യൂണിവേഴ്സിറ്റിയിലാണല്ലോ പോകണമെന്ന് വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇവളുടെ കൂടെ നവ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ മാത്രം തനിക്ക് മാർക്ക് കിട്ടിയാൽ അവൾ ഇവൻക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചിരുന്നു. ആ ഒരു സംസാരത്തോട് നല്ല സാദൃശ്യമുണ്ട് ഇപ്പോൾ ഇവന് ചോദിച്ചത്. എന്നാൽ ഇവൻ ഈ ചോദിച്ചതിന് അവളൊരു മറുപടിയും പറയുന്നില്ല, വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഇവളുടെ ആ ഒരു കൊളീഗിന് ഇവളുടെ ഈ ഒരു വരവ് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. എന്നിട്ട് ഇവളോട് ചോദിക്കും, അവൻ ഭയങ്കര ക്യൂട്ടാണല്ലേ എന്നൊക്കെ. എന്നാൽ അവൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഞാനോട് താൻ ഇന്നലെ എന്താ ചെയ്തതെന്നുള്ളതിന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ലല്ലോ, അവൾ അതും ആലോചിച്ചിരിക്കുകയാണ്. എന്നാൽ മെസ്സേജ് അയച്ചിട്ട് ഇവൻ്റെ അടുത്ത് നിന്ന് ഒന്നും അങ്ങോട്ട് വിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ പിന്നെ അവൾ കോൾ ചെയ്ത് ചോദിക്കുകയാണ്. എന്നിട്ട് വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ അവസാനം അവൻ ഒരു കാര്യം മാത്രം പറയും, എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിൻ്റെ അടുത്ത് വേണ്ടാത്ത കുറേ ആഗ്രഹങ്ങളുണ്ട്, അതൊന്നും നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. എന്നിട്ട് അവൻ അങ്ങോട്ട് കട്ട് ചെയ്യും. അതോടുകൂടി പിന്നെ ഇവളുടെ കാര്യം പറയാനില്ലല്ലോ. അങ്ങനെ പിന്നെ ഇവളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇനി അടുത്ത സീനിൽ മകളെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് അമ്മ കൊടുത്ത ആ ഒരു ന്യൂസ്, അതിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവൻ വന്നിട്ട് പറയുന്നത്, ഇവനൊരു ഹിൻഡ് കൊടുക്കുകയാണ്, അവൾ എവിടെ ഉണ്ടാകാനാണ് ചാൻസ് എന്നൊക്കെ ഇവനിത് വിശദമായിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവളുടെ മുന്നിൽ ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഹിൻഡ് കൊടുക്കും. എന്നിട്ട് ഇവർക്ക് മനസ്സിലാകും ആ പെൺകുട്ടി ഈ ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന്. എന്നിട്ട് ആ ഒരു വർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഇഫാന് ലേറ്റ് നൈറ്റിലും അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവനാണെങ്കിലോ ഇവളെ വിട്ടു പോയിട്ടില്ല, ഇവളുടെ അടുത്ത് വന്ന് അങ്ങനെ നിൽക്കും. എന്നിട്ട് അവനൊരു പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവൾക്ക് വേണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് തനിയെ കഴിക്കാൻ വേണ്ടി പറയുന്നു. ഇവന് ചെയ്യുന്ന ഒരു കാര്യത്തിലും അവൾ ഇൻട്രസ്റ്റ് കാണിക്കാത്തതുപോലെ അങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഇവനാണെങ്കിലോ ഇവളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവൾക്ക് ആകെ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തിട്ട് അവനോട് എത്രയും പെട്ടെന്ന് പോകാൻ പറയുമ്പോൾ അവൻ പോകുന്നില്ല. അവൻ പറയുന്നത്, മാഡം എൻ്റെ ബോസാണ്, അപ്പോൾ മാഡം പോയി കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം വാക്ക് കഴിഞ്ഞപ്പോഴും ഇവൻ മറ്റേ വാല് മാതിരി ഇവളുടെ പിന്നാലെ നടക്കുകയാണ്. ഇവളപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ആക്ച്വലി ഒരു ഡിന്നർ പ്ലാൻ ഉണ്ട് ഫ്രണ്ടിൻ്റെ കൂടെ എന്ന്. എന്നാലും ഇവൻ പിടിവിടാതെ അങ്ങനെ പോരുകയാണ്. അങ്ങനെ പിന്നെ ആ ഫ്രണ്ട് നമ്മുടെ ഇഫാൻ്റെ ഫ്രണ്ട് തന്നെയാണ്, അവൾ വരുന്നുണ്ട്. ഇവൻ നേരെ വന്നിട്ട് അവനെ അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. ഇവളാണെങ്കിൽ ആദ്യമായിട്ട് കാണില്ലേ. അപ്പോൾ ഇവളൊരു ഫോർമാലിറ്റിക്ക് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്, നീ വരുന്നോ എന്ന് ചോദിക്കാൻ നിൽക്കുമ്പോൾ ഇവിടെ ഇഫാനെ പറയും, വേണ്ട അത് വിട്ടുപിടി, അത് വേറെ കേസാണ് എന്ന് പറയുന്നു. അതിൽ പിന്നെ ഇവൾ വല്ലാതൊന്നും പറയാതെ ജസ്റ്റ് ബായും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഇനി ഫുഡ് കഴിക്കുമ്പോഴോ ഇവിടെ ഈ ഫ്രണ്ട് അവനെ വെച്ചിട്ട് ഇവളെ നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. എന്നാൽ ഈ വിളിച്ചിരിക്കുന്നത് ഇവളെ ഈ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ടാണ്, ഒരു ഹെൽപ്പ് ചോദിക്കാനാണ്. അതിൽ ഇവൾ പെട്ടെന്ന് പറയും, എനിക്ക് മനസ്സിലായി നിൻ്റെ ഹെൽപ്പ്, ആ ചെറുക്കൻ്റെ ശല്യം നിൻ്റെ അടുത്ത് നിന്ന് ഒഴിവാക്കണം, അവന് ഓടിക്കണം, അതിനല്ലേ എന്ന് പറയുമ്പോൾ അവൾ പറയും, അതൊന്നുമല്ല, നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിക്കുമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇവൾ ഞെട്ടിപ്പോയി, എന്താ പ്രശ്നം, അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ, ഞാൻ നോക്കട്ടെ നിൻ്റെ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതൊന്നുമല്ല, അവൾ സ്ലീപ്പ് വാക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവൾ ആദ്യമായിട്ടാണ് അറിയുന്നത് ഇഫാന് സ്ലീപ്പ് വാക്ക് ചെയ്യുന്നുണ്ടെന്ന്. അതിൽ പിന്നെ ഇവൾ ആ ഒരു
കാര്യങ്ങളെല്ലാം എന്ന് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയൊക്കെ പറയുകയാണ്. ഇവൾ പറയും ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മുന്നിൽ ഞാൻ അങ്ങനെ നടന്നിട്ടുണ്ട്, അപ്പോൾ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, നീ എൻ്റെ കൂടെ കിടക്കണം, ഞാൻ എഴുന്നേൽക്കുകയാണെങ്കിൽ നീ എന്നെ ഒന്ന് പിടിച്ചിരുത്തണം അല്ലെങ്കിൽ എന്നെ ഒന്ന് ഉണർത്തണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവൾ ഓക്കെ എന്നൊക്കെ പറയും. പക്ഷേ അവൾക്കൊരു സംശയം. ഇവൾ സ്ലീപ്പ് വാക്ക് ചെയ്ത് യാൻ്റെ അടുത്തോട്ട് പോയി. എന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയില്ലല്ലോ. ആ കാര്യം ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അങ്ങോട്ട് വിഷയം മാറ്റുന്നു. എന്നിട്ട് വാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നേരെ അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി വീട്ടിലെത്തിയപ്പോഴും ഇഫാൻ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നീ എന്നെ എന്തെങ്കിലും പറഞ്ഞ് ഉണർത്തണം, അതാണ് നിൻ്റെ ടാസ്ക് എന്നൊക്കെ. അതിലിവൾ പറയും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്, ആ കാര്യം ഞാൻ ഏറ്റു, ഞാനൊന്നുമില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെയുള്ളൊരു വീട്ടിലല്ലേ താമസിക്കുന്നത്, അവരെല്ലാം നോക്കുന്നത് ഞാൻ തന്നെയാണ്, എനിക്ക് നല്ല ഉണർച്ചയാണ് എന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെ ഇടയിലെല്ലാം ഇഫാൻ ഇവിടെ യാൻ്റെ റൂമിലോട്ട് നോക്കുന്നു. അവൻ്റെ റൂമിൽ ലൈറ്റും ഒന്നുമില്ല. അപ്പോൾ പിന്നെ അവന് എത്തിയിട്ടില്ലേ, 10 മണി കഴിഞ്ഞല്ലോ, അവനെന്താ വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഒരു വിവരവുമില്ല. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആരും നടക്കുന്നത് പോലെ തോന്നി. അതിൽ നീ വന്നോ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ അത് ഞാനല്ല, അവൻ്റെ ഫ്രണ്ട്. അവനാണെങ്കിൽ ഈ ബാത്റൂം പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവനിങ്ങനെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. അപ്പോഴേ തന്നെ ഞാനും അങ്ങോട്ട് അതുപോലത്തെ മറ്റൊരു ഡ്രസ്സും ഇട്ടിട്ട് വരുന്നു. എന്നാൽ ഇവരെ രണ്ടുപേരും ഇങ്ങനെ ഒരു വേഷത്തിൽ കണ്ടതോടുകൂടി ഇഫാന് വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണ്. അവൾ ആകെ ഇവരെ ഒന്ന് നോക്കിക്കണ്ട് കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവനോട് പറയും, ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലോ, നീ കണ്ടില്ലേ, ഇന്നെൻ്റെ ഫ്രണ്ട് ഇവിടെ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ പറയുന്നത് ഞാൻ കണ്ടില്ല, ഞാൻ ഇവനുമായിട്ട് ബിസി ആയിരുന്നു എന്ന്. എന്നാൽ അതും അവൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവരോട് ടേക്ക് കെയർ, സോറി ഇവിടെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തതിന് എന്നൊക്കെ ഒന്ന് ആക്കി ചിരിച്ച് പറഞ്ഞുകൊണ്ട് അവൾ പോകും. എന്നാൽ ഇവർക്ക് ഇതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ഞാനാണെങ്കിൽ മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് അവളുടെ ഫ്രണ്ട് ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെന്നും, പിന്നെ നീയല്ലേ പറഞ്ഞത് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്, അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച പ്രൊട്ടക്ഷൻ മെത്തേഡാണ് ഇത് എന്നും പറയുന്നു. ഇനി അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഒരുമിച്ചാണ് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോഴും ഇവിടെ ഇഫാൻ അവനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയും, നീ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇവന് ഇവിടെ താമസിക്കാൻ പോകുന്നുണ്ടെന്ന് എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നത്, സോറി ഞാൻ ഇന്നലെ രാത്രി പെട്ടെന്ന് വന്നതാ, ഈ ഒരു ടൗണിലോട്ട് വന്നപ്പോൾ എനിക്ക് എവിടെയും നിൽക്കാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവനെ വിളിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് എക്സ്ക്യൂസ് പറയുമ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് പറയുന്നു, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിനക്ക് ആളെ വിളിക്കാമെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എനിക്ക് വിളിച്ചൂടെ എന്ന് പറയുന്നു. അതിൽ പിന്നെ ഇവളൊന്നും മിണ്ടുന്നില്ല. എന്നാൽ ഇവരെ ഇങ്ങനെ ആ ഒരു സംശയം ഇവിടെ ഈ ഒരു ഫ്രണ്ടും ഇവരെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ റൂട്ട് മറ്റൊരു രീതിക്ക് പോകുന്നുണ്ടോ എന്ന് ഞാനൊന്ന് സംശയം തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഇവനോട് ഇങ്ങനെ ഇനി വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ എന്നിങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു. എന്നാൽ അത് കണ്ട ഇഫാന് അവനോട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് റീസൺ പറയുന്നത് അവളുടെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇഹേ ഭാഗത്തോട്ട് പോവുകയാണെന്ന്. അത് കേട്ട് ഞാൻ അതിൻ്റെ റീസണും എല്ലാം ചോദിച്ച് അറിയുന്നുണ്ട്. ഇനി ആ ഒരു ഇൻ്റർവ്യൂ ആണ് കാണിക്കുന്നത്. ഇവിടെ ആ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇഫാനും ആ ആക്ടർ പയ്യനും കൂടി വന്നിട്ടുണ്ടാകും. എന്നിട്ട് ഈ അമ്മ പറയുന്നത് അവരുടെ മകള് പഠിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഭാഗത്തോട്ട് പോയിരുന്നു, എല്ലാ മാസവും എൻ്റെ ചെലവിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് അയക്കാറുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു മാസം മുതൽ അത് കിട്ടാതായി. പിന്നെ അവളെപ്പറ്റി ഒരു വിവരവുമില്ല, മെസ്സേജ് അയച്ചിട്ട് ഒരു വിവരവുമില്ല, വിളിച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല, എന്തോ പറ്റിയിട്ടുണ്ട് എൻ്റെ മകളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ. എന്നിട്ട് ക്യാമറ നോക്കിയിട്ട് മകളോട് തിരിച്ചു വരാനും മകൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയൊക്കെയുണ്ട്. ഇനി അതൊക്കെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും ഇങ്ങനെ വരുമ്പോൾ ഈ പയ്യന് ആ ഒരു മകളെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്ത് മകളാണത്, അമ്മയെ വിട്ടു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ പെട്ടെന്ന് അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് പറയും, അത് അങ്ങനെ ഊഹിക്കാൻ പറ്റുക, ഒരു പക്ഷേ ഇവളുടെ ആ ഒരു മദർ എന്നുള്ള അഫെക്ഷൻ കൊണ്ട് ഇവർ ഓവറായിട്ട് അവളെ ഫോഴ്സ് ചെയ്തത് കൊണ്ട് അവൾ മനഃപൂർവ്വം ഡിസപ്പിയർ ആയതാണെങ്കിലോ എന്നും ഇങ്ങനെ പറയുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇവരുടെ ന്യൂസ് ചാനലിൽ നിന്നും ആ പെൺകുട്ടിയെ കണ്ടു കിട്ടിയിട്ടുണ്ട്, അവൾ ഹോങ്കോങ്ങിലുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഇവർക്ക് അടുത്തതായിട്ട് ഹോങ്കോങ്ങിലോട്ട് പോകണം. അങ്ങനെ അന്ന് രാത്രി ഇവളെ വിളിക്കുന്നുണ്ട്, ഇവൾ എന്നാ വരിക എന്നറിയാൻ വേണ്ടിയിട്ട്. അതിൽ ഇവൾ പറയും അവൾ ഹോങ്കോങ്ങിലോട്ട് പോവുകയാണ്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഇവളിങ്ങനെ വെക്കാൻ നേരമാണ് പെട്ടെന്ന് ഈ ഒരു പയ്യൻ വരുന്നതും അവളോട് എന്തോ ഒരു കാര്യം സംസാരിക്കുന്നതും. എന്നാൽ ആ ഒരു സൗണ്ട് കേട്ടതോടുകൂടി ഇവന് ചോദിക്കും ആരാ കൂടെ എന്ന്. അതിൽ അവളുടെ അസിസ്റ്റൻ്റാണ്, പുതിയ ഇൻറ്റേൺ ആണ് എന്ന് പറയുമ്പോൾ ഒരു പയ്യനെ പോലെ ഉണ്ടല്ലോ അവൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ ഇവൾ പറയും ആക്ച്വലി എനിക്ക് അവനെ അറിയാം, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം വിശദീകരിച്ച് കൊടുക്കുകയാണ്. എന്നാൽ അന്നത്തെ അവൻ്റെ ആ ഒരു കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് ഇവിടെ അന്ന് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇവളെ പിന്നാലെ നടക്കുന്നൊരു പയ്യനാണെന്ന്. അതോടുകൂടി അവനാണ് ഇവളുടെ കൂടെ എന്നറിഞ്ഞതോടുകൂടി പിന്നെ അവൻ്റെ ടെൻഷൻ കൂടിയിട്ടേ ഉള്ളൂ.
ഇവനാണെങ്കിൽ അടുത്ത ദിവസം ഇനി ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹോങ്കോങ്ങിലെത്തി. അവിടെ ഇവർ പറഞ്ഞ ആ ഒരു അഡ്രസ്സിൽ പോയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവിടുത്തെ റിസപ്ഷനിൽ പോയിട്ട് ആ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ആകെ ടെൻഷനായിട്ട് പറയും അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ ഇവരങ്ങനെ വിടാൻ ഒരുക്കമില്ല. ഇവരെന്ത് ചെയ്തെന്നോ ഒരു ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. അതായത് ഇവരന്വേഷിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ പേരിൽ ആ അഡ്രസ്സിലോട്ട് ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വരുന്നു. എന്നിട്ട് ഇന്ന ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി ഞാനാണെന്ന് പറയുന്നു. എന്നാൽ അതെല്ലാം കേട്ട ഇവർ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഞങ്ങൾക്കറിയായിരുന്നു അത് നീയാണെന്ന് എന്ന് പറഞ്ഞിട്ട് അവളെ കയ്യോടെ പൊക്കുകയാണ്. അങ്ങനെ പിന്നെ അവളെ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. എന്നാൽ ആദ്യമൊന്നും അവൾ ഇൻ്റർവ്യൂക്ക് സമ്മതിച്ചില്ല. പക്ഷേ ഇവിടെ ഇഫാന് അവളിങ്ങനെ പറഞ്ഞ് മയക്കി അവൾ ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് അവർ തനിയെ ഇരുന്ന് സംസാരിക്കുകയാണ് ഇവളുടെ മൈൻഡ് ഓപ്പൺ അപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് അവളോട് പറയും നിങ്ങളുടെ ഫോൺ എടുക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം റെക്കോർഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ അമ്മയോട് പറയുന്നത് പോലെ ഒരു മെസ്സേജ് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. അമ്മ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഞാനിവിടെ സേഫാണ്, ഞാനിവിടെ ഹാപ്പിയാണ്, ഞാനിവിടെ ഒരു ലൈഫ് തന്നെ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറയുന്നു. എന്നിട്ട് ഇവളോട് പറയും ഇനി ഇത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തേക്ക്, അമ്മയുടെ പ്രശ്നം മാറട്ടെ എന്ന്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇഫാന് അവളോട് വെറുതെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുന്നു. അതിൽ അവൾ ഒന്നുകൂടെ ഓപ്പണായിട്ട് പറയും അവളുടെ അമ്മ ഇപ്പോൾ ഭയങ്കര സ്നേഹം കാണിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെടേണ്ട. അച്ഛൻ മരിച്ചപ്പോൾ അമ്മ മറ്റൊരു കല്യാണം കഴിക്കുകയും അതിലൊരു സ്റ്റെപ്പ് സിസ്റ്ററിനെയും ആ അച്ഛനെയുമായിരുന്നു അമ്മക്ക് ഭയങ്കര കാര്യം. ഇപ്പോൾ അവരെല്ലാവരും അമ്മ ഇട്ടു പോയതിന് ശേഷം മാത്രമാണ് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറയുന്നു. എന്നാൽ അവളുടെ കഥ കേട്ടപ്പോൾ ഇഫാനിന് സ്വന്തം കഥ കേൾക്കുന്നത് പോലെ തോന്നുന്നു. അവളുടെ ഫീലിങ്സും എല്ലാം ഇപ്പോൾ ഇഫാനും അനുഭവിച്ച അതേ ഫീലിങ്സ് തന്നെ. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നതും അവളുടെ എല്ലാ കാര്യങ്ങളും ഇഫാനിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും കഴിയുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇഫാനെ ആ ഒരു പയ്യനെ തെരഞ്ഞു പോവുകയാണ്. ആ പയ്യനാണെങ്കിലോ ഇവർ രണ്ടുപേരും തനിച്ചായിരുന്നല്ലോ സംസാരിച്ചിരുന്നത്. അപ്പോൾ ആ പയ്യൻ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ അപ്പുറത്ത് ഒരു കുട്ടികളുടെ ഒരു ഡാൻസ് ക്ലാസ് നടക്കുന്നുണ്ട്. അവൻ അതും കണ്ടങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇഫാനും കുറച്ച് നേരം അവരുടെ അങ്ങനെ കണ്ടു നിൽക്കുന്നു. അതിലൊരു പെൺകുട്ടി അവൾക്ക് ഡാൻസിൻ്റെ സ്റ്റെപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അവൾക്ക് ഒരു സ്റ്റെപ്പ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണ്. അവൾ അത് പലപ്പോഴായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവൾക്കതിന് കഴിയുന്നതേ ഇല്ല. അതിൽ പിന്നെ ഇഫാനെ അവൾ ഒരുപാട് ഡാൻസ് പണ്ട് കളിച്ചതാണല്ലോ, പെട്ടെന്ന് ഇവളെ ഒന്ന് പഠിപ്പിക്കാമെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. അങ്ങനെ അവൾ പെട്ടെന്ന് വന്നിട്ട് ഈ പെൺകുട്ടിയെ അവളുടെ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അവളെ പഠിപ്പിച്ചെടുക്കുകയാണ്. അതൊക്കെ കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതിലുള്ള ആ ഒരു ആൾ ഇവളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഏതെങ്കിലും ഡാൻസ് ടീച്ചറാണോ എന്നൊക്കെ. അതിലവൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവനെയും കൂട്ടി പോവുകയാണ്. ഇവനാണെങ്കിലോ ഇവളുടെ ഈ ഒരു ഡാൻസും കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് അവരുടെ നാട്ടിലോട്ട് തന്നെ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ബഗർ പയ്യനെ അവൻ്റെ സിസ്റ്റർ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സിസ്റ്ററിനോട് അവൻ പറയുന്നുണ്ട് ഞാനെന്താ കൊച്ചു കുട്ടിയാണോ എന്നെ കൂട്ടാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നത് ഇന്ന് മുത്തച്ഛൻ്റെ ബർത്ത്ഡേ അല്ല, അപ്പോൾ മുത്തച്ഛൻ എന്നെ പറഞ്ഞയച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇഫാനോട് ചോദിക്കുന്നു നിങ്ങളെ കൂട്ടാൻ ആരും വന്നില്ലേ എന്ന്. അതിലവൾ ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ വീട്ടിലോട്ട് പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തോട്ട് വരുന്നു. അവനെ കണ്ട ഇവൾ ആകെ ഒന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ കാര്യം ചോദിക്കുമ്പോഴോ അവൻ പറയുന്നത് അവൻ്റെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അവനെ എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് നീ ഇന്ന് വരുന്നുണ്ടെന്ന കാര്യം അറിഞ്ഞത്. അപ്പോൾ പിന്നെ എന്നെയും കൂട്ടിയിട്ട് തിരിച്ചു പോകാം, ഒരു റൂംമേറ്റ് എന്ന നിലയ്ക്ക് അതെങ്കിലും എനിക്ക് ചെയ്യണ്ടേ. അപ്പോഴാണ് ഇവനിക്ക് മനസ്സിലായത് ഇവളുടെ റൂംമേറ്റാണ് ഇവനെന്ന്. എന്നാലും ഇവനിക്ക് എവിടെയോ യാനെ കണ്ടിട്ട് നല്ല പരിചയമുണ്ട്, ഒന്നും അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. അപ്പോൾ പിന്നെ ഇഫാന് അവരോട് ബായൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഇനി അങ്ങനെ കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇഫാനോട് ഇവനിങ്ങനെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, പോയ സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. പിന്നെ അവൾ കോളേജ് പഠിച്ചത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ചോദിക്കുകയാണ് പഴയ ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ പോയി ഹാങ് ഔട്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഇല്ലെന്ന് പറയുന്നു. എന്നിട്ട് ഇവളൊരു കാര്യം ആലോചിക്കുകയാണ്. ഇവൾ ആ കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്തിട്ടേ ഇല്ല. ഇവനെ മിസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് അവൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും അവൾക്ക് ആ ഒരു നാടിനോട് അത്ര വല്ല കമ്മിറ്റ്മെൻറ്റ് ഒന്നുമില്ല. എന്നിട്ട് അവൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. അവളുടെ അവിടെ തന്നെ ആയിരുന്നല്ലോ ജോലിയും ചെയ്തിരുന്നത്. എന്നാൽ അവിടുത്തെ ആ ഒരു കമ്പനിയിൽ അവിടുത്തെ ബോസിൻ്റെ ആ ഒരു പ്രശ്നം കാരണം അവൾ പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് വന്നതാണ്. എന്നിട്ട് അവൾ അന്ന് റിസൈൻ ചെയ്ത ആ ഒരു ദിവസം അവൾ ആ കമ്പനിയിൽ നിന്നും ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് അവൾ ഒരു സ്ട്രോബെറി കേക്ക് കാണുന്നത്. അതിൻ്റെ പ്രൈസ് കണ്ടിട്ട് അവൾ ഇത്രയും ജോലി ചെയ്തിട്ട് പോലും അവൾക്കത് മേടിക്കാൻ പോലുമുള്ള ഒരു ക്യാഷില്ല. അവൾ അതും കണ്ടിങ്ങനെ നോക്കി നിന്നുകൊണ്ട് അങ്ങനെ പോകുന്നു. എന്നിട്ട് ഇവരെ കാറിൽ വെച്ചിട്ട് ഇവനോട് ചോദിക്കും അല്ല നീ അല്ല അന്ന് പറഞ്ഞത് നീ ലാസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത സിറ്റി അത് ഇഹയാണെന്ന്, അവിടെ എന്തിനു വന്നതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവന് പെട്ടെന്ന് ഞെട്ടിയിട്ട് എന്നിട്ട് അവന് പറയുകയാണ് എൻ്റെ ഒരു പഴയ ഫ്രണ്ടുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു എന്ന് പറയുന്നു.
എന്നിട്ട് അവനും ആ ഒരു കാര്യം ആലോചിക്കുകയാണ്. ആക്ച്വലി ഇവളന്ന് റിസൈൻ ചെയ്യുന്ന ദിവസം ഇവനും അവളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് പോലെ വന്നതായിരുന്നു. പക്ഷേ അന്ന് കണ്ടത് ഇവളിങ്ങനെ റിസൈൻ ചെയ്ത് ഭയങ്കര സങ്കടപ്പെട്ട് വരുന്ന ആ ഒരു രംഗമാണ്. എന്നിട്ട് ഇവളിങ്ങനെ ആ ഒരു സ്ട്രോബെറി കേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നതും കണ്ടിരുന്നു. പക്ഷേ ഇവളുടെ അടുത്ത് പോകുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ നിന്നിട്ടുണ്ട്. എന്നിട്ട് അവന് ആ ഓർത്ത് നിൽക്കുന്നതും കാണിച്ചുകൊണ്ട് ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കും. പക്ഷേ ഒരു കാര്യം കൂടി, ഇവനെ ആ ഒരു എയർപോർട്ടിൽ എത്തിയല്ലോ ഇവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് യാദൃശ്ചികമായിട്ട് അവിടെ വെച്ച് കണ്ടതല്ല. അവന് മനഃപൂർവ്വം അവൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് അവൾ വരുന്ന ആ ഒരു ഫ്ലൈറ്റിൻ്റെ ടൈമിങ്ങിനനുസരിച്ചിട്ട് ആ ഒരു സമയത്ത് തന്നെയാണ് തൻ്റെ ഈ ഫ്രണ്ടിനെ കൊണ്ട് അവൻ്റെ നാട്ടിലോട്ട് പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് എടുപ്പിക്കുന്നത്. അവന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോഴും ഇവന് സമ്മതിക്കത്തേയില്ല. ഇപ്പോൾ തന്നെ ആ ഒരു ടൈമിന് തന്നെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നതും. എന്നിട്ട് അവനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ ഇഫാൻ യാദൃശികമായി കാണുന്നത് പോലെ കാണുന്നു. എന്നിട്ട് അവളെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനും ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ഒരു സത്യം ഇവിടെ റിവീൽ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.